ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി പ്ലേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഭാഗത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മൾ ചോറ് നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ മലയാളി ചോറും ശരിക്കും കറി കൂടുതലെടുക്കുന്നതിന് പകരം നമ്മൾ ചോറ് കൂടുതലെടുക്കുകയും കറി കുറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു ഹാഫ്, ഇപ്പം 500 ഗ്രാം എടുക്കാൻ ഒരു കിലോ ആണ് നമ്മുടെ ഇതെങ്കിൽ 500 ഗ്രാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു സൈഡ്. ഇപ്പുറത്തെ സൈഡ് മേൽഭാഗത്ത് എന്തായിരിക്കും, ചെറിയ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ്. അത് എന്തോ ആവാം, നമ്മൾ ധാന്യങ്ങൾ, അതും നമ്മുടെ ബ്രൗൺ റൈസ് പോലുള്ള കുറച്ചുകൂടെ ഫൈബർ റിച്ച് കണ്ടന്റ്. ഈ സാറ് നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള പഴങ്ങളും വെജിറ്റബിൾസും തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും. അവിടെ അങ്ങനെയുള്ള കുറച്ച് സിറിയൽസ് അതുപോലുള്ള കാര്യങ്ങൾ, പ്രോട്ടീൻ, ഇത് എല്ലാം കൂടെ ഒരു ഭാഗത്തും കാർബോഹൈഡ്രേറ്റ്. ഇതാണ് നമ്മുടെ പ്ലേറ്റ്. അതിനകത്ത് കുറച്ച് നട്ട്സ് വരും. ഈ നട്ട്സ് കഴിക്കാൻ പറഞ്ഞുള്ള പ്രശ്നം എന്താണ്, നമ്മൾ പിന്നെ നട്ട്സേ കഴിക്കുള്ളൂ. എല്ലാത്തിനും എന്താണ് ബേസിക് സാധനം, എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്നുള്ളതാണ്. എന്തും കഴിക്കാം, പക്ഷേ ദർ ഷുഡ് ബി എ ലിമിറ്റ്. അപ്പോൾ ഇത് നല്ലതാണ്, ഓട്സ് നല്ലതാണ്. പിന്നെ ഓട്സ് മാത്രമാണ് എനിക്ക് രാവിലെയും വൈകിട്ടും. പക്ഷെ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ക്വാണ്ടിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്.